ഇമാമിനെ സംബന്ധിച്ച് കവി പറഞ്ഞതുപോലെ അബൂ ഹനീഫ ഇമാമിനെ പറ്റി നീ പറയൂ, പിന്നെയും പറയൂ, പിന്നെയും പറയൂ. നീ അബൂ ഹനീഫ ഇമാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഓരോ പറയുമ്പോഴും അവരെ പറ്റി പറയാന്നുള്ളത് അത് കസ്തൂരിന്റെ പരിമളമാണ് അനുഭവിക്കുന്നത്, ഞാൻ ആസ്വദിക്കുന്നത്. അതുകൊണ്ട് അവരെ നീ പറയുമ്പോഴെല്ലാം ആ പരിമളം എന്താവും, വീശിക്കൊണ്ടേയിരിക്കും എന്നതുപോലെയാണ് ചില ബന്ധങ്ങളൊക്കെ ആഴത്തിൽ മനസ്സിലേക്ക് ഇറങ്ങി വരും. അതുപോലുള്ളൊരു ബന്ധമായിരുന്നു ബഹുമാനപ്പെട്ട കോട്ടുമല TM ബാബു മുസ്ലിയാരുമായുള്ള ബന്ധം. 1972 ആദ്യമായി പരിചയപ്പെടുന്നത്. ഞാൻ വന്നിരായ എൻ്റെ ഉസ്താദ് തിരുരങ്ങാടി മൂന്നിയൂർ അബുൽ ബഷീർ കുഞ്ഞി മുസ്ലിയാര ദർസിൽ ഓതുന്ന കാലത്ത് പടിത്തറ അൻവരിയ അറബി കോളേജിന്റെ പിരിവിന് വേണ്ടി ബാപ്പു മുസ്ലിയാർ ഒന്ന് ഉസ്താദിനോട് 1-2 സംശയങ്ങൾ ചോദിച്ചു ഫത്വൽ മുഈനിന്. എന്നിട്ട് ബാപ്പു മുസ്ലിയാർ അന്ന് ഉസ്താദിനോട് പറഞ്ഞു, ഞാൻ പലരോടും ഈ സംശയം ചോദിച്ചിട്ടുണ്ട്, ആരും ഒരു വേണ്ടതുപോലുള്ള മറുപടി കിട്ടിയിട്ടില്ല. അപ്പൊ ഉസ്താദ് മൂപ്പരോട് ചോദിച്ചു, നിങ്ങൾ വാപ്പാനോട് ചോദിച്ച കുട്ടിയെന്ന് ചോദിച്ചു. ഇല്ല, വാപ്പാനോട് ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാ വാപ്പാനോട് ചോദിച്ചാൽ ഇതിന്റെ മറുപടി കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. ഉസ്താദ് ചോദിച്ചു, ഞാൻ മറുപടി പറയാമെന്ന് ചോദിച്ചു. നിങ്ങൾ പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദ് പറഞ്ഞ ഈ 2 മറുപടിയും ബാപ്പു മുസ്ലിയാരെ ആകർഷിച്ചു എന്നല്ല, എന്നോട് എപ്പോഴും പറയും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കഴിവിനെ സംബന്ധിച്ച് വല്ലാത്തൊരു മറുപടിയാണ്. ഞാൻ അന്ന് പൊട്ടച്ചറ അൻവരിയ അറബി കോളേജിലുള്ള ഉസ്താദന്മാരോട് ചോദിച്ചു, കാണുന്ന ഉസ്താദന്മാരോടും ഒക്കെ ചോദിച്ചു. പക്ഷേ കുഞ്ഞിമൂലിയിൽ നിന്നാണ് എനിക്ക് വേണ്ടതുപോലുള്ളൊരു മറുപടി കിട്ടിയത്. അപ്പൊ അന്ന് ആ പഠന കാലഘട്ടത്തിൽ തന്നെ കിതാബിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. അവര് കിതാബിന്റെ എല്ലാ ഇബാറത്തുകളും ശരിക്ക് തഹ്ഖീഖ് ചെയ്ത് പഠിക്കണ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. ഒരു അറബി കോളേജിൽ പഠിച്ചിരുന്ന കാലത്തൊക്കെ ബാപ്പു മുസ്ലിയാർ ഒരു സംഘാടകനൊന്നുമല്ല. അവർ കിതാബിൽ മാത്രം ശ്രദ്ധിച്ച് അവരെ റൂമിൽ വായിച്ചോത്തേറ്റ് കൂടുന്നതായ ഒരു മനുഷ്യനായിരുന്നു ബഹുമാനപ്പെട്ട ബാപ്പു മുസ്ലിയാർ. പക്ഷേ പിന്നീടാണ് അവരിലുള്ള സംഘാത്രം ശ്രദ്ധിച്ച് അവരെ റൂമിൽ വായിച്ചോത്തേറ്റ് കൂടെയൊക്കെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇവിടെ പറയപ്പെട്ടതുപോലെ ഏൽപ്പിക്കപ്പെടുന്ന ഏത് വിഷയം ഉണ്ടെങ്കിലും ആ വിഷയത്തിലൊക്കെ വളരെ കറക്റ്റായി അത് പഠിച്ചു. ഇതുവരെ ഞങ്ങളൊരുപാട് സമസ്തന്റെ ഫത്വ കമ്മിറ്റിയിൽ ഒരുപാട് വട്ടം ഞങ്ങൾ ഒരുമിച്ച് കൂടിയുണ്ട്, ഒരു 3-4 വർഷങ്ങളിൽ. എന്നാൽ ഒരു ഫത്വ കമ്മിറ്റിയിൽ ആദ്യം മുതൽ അവസാനം വരെ ഇരുന്ന് എല്ലാ ചോദ്യങ്ങൾക്കും ഞങ്ങളുടെ കൂടെ ഇരുന്ന് അതിന്റെ മറുപടി തയ്യാറാക്കി അതിൽ ഒപ്പിട്ടിട്ടേ മൂപ്പര് പിരിഞ്ഞു പോവാറുള്ളൂ. ഇങ്ങനെ ഏതൊരു യോഗത്തിൽ പങ്കെടുത്താലും അതിൽ ആദ്യം മുതൽ അവസാനം വരെ പങ്കെടുക്കാനുള്ളതായ ഒരു ദൃഢമായ ഒരു മനസ്സ്, ആ മനസ്സുള്ള ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അവര്. പങ്കെടുക്കുക എന്ന് മാത്രമല്ല, അവർ കൈകാര്യം ചെയ്ത എല്ലാ വകുപ്പുകളും നമ്മളുണ്ടല്ല തൊട്ടതൊക്കെ പൊന്നാക്കുക എന്ന് പറയണ മാതിരി എന്തും മൂപ്പര് കൈകാര്യം ചെയ്ത ഏതും. ഇപ്പൊ സമസ്തകളുടെ ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരുപാട് വലിയ വലിയ സ്ഥാനങ്ങൾ ഒന്നിച്ചു വഹിച്ച ഒരു വ്യക്തികളുണ്ടാവില്ല. അബുൻസിനെ സംബന്ധിച്ചിടത്തോളം സുപ്രഭാതത്തിന്റെ ഉത്തരവാദിത്തം അവർക്കുണ്ട്, വിദ്യാഭ്യാസ ബോർഡിന്റെ ഉത്തരവാദിത്തമുണ്ട്, സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയാണ്, ഫത്വ കമ്മിറ്റി മെമ്പറാണ്. അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു. ഇതെല്ലാം അതിന്റെ പൂർണ്ണമായിട്ട് അതൊക്കെ വളരെ വളരെ നല്ല നിലക്ക് കൈകാര്യം ചെയ്യാൻ ബഹുമാനപ്പെട്ടവർക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് ബാപ്പു മുസ്ലിയാർക്കുള്ളതായ ഏറ്റവും വലിയതായ വ്യക്തിത്വം. അതുകൊണ്ട് അവരവിടെ ഈ വിടവ് നമ്മളെ പ്രസ്ഥാനത്തിനും സമുദായത്തിനൊക്കെ ഉണ്ടാക്കി തീർത്തതായ ഈ നഷ്ടം ഇത് പരിഹരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കൂട്ടായ്മയോടുകൂടി പ്രവർത്തിക്കണം. മാത്രമല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ മഹാപ്രസ്ഥാനവുമായിട്ട് അതിന് അകന്നു നിൽക്കുന്ന ആരെല്ലാം ഉണ്ടോ അവരൊക്കെ പ്രസ്ഥാനത്തിലേക്ക് വന്നുകൊണ്ടിട്ട് പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരൊക്കെ ശ്രമിക്കണമെന്ന് ഇവിടെ കൂടിയതായ എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അനുസ്മരണ പ്രഭാഷണത്തിൽ ബഹുമാനായ പി കുഞ്ഞാലി സാഹിബ് അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനായ അധ്യക്ഷൻ
എത്തി തങ്ങൾ അവറുകളെ, ഇന്ന് സമസ്തയുടെ കാര്യദർശിയായി തിരഞ്ഞെടുക്കപ്പെട്ട തങ്ങളവറുകളെ, ആലിക്കുട്ടി മുസ്ലിയാർ അവറുകളെ, അഭിമന്യരായ വേദിയിൽ ഉള്ള നമ്മുടെ ജനപ്രതിനിധികൾ, ഷാനവാസ് രാഘവൻ, അതുപോലെ പണ്ഡിതന്മാരെ, പ്രിയമുള്ള അബ്ദുള്ള മുസ്ലിയാർ, എം ടി അബ്ദുള്ള മുസ്ലിയാർ അവറുകളെ, ബഹുമാന്യായ സംസ്ഥയുടെ ട്രഷറായ സാദിഖ് മുസ്ലിയാർ അവറുകളെ, അബ്ദുസലാം മുസ്ലിയാർ അവറുകളെ, പ്രമുഖരായ പണ്ഡിതന്മാരെ, പ്രിയമുള്ള ഈ സദസ്സിലുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ഇവിടെ നമ്മുടെ ഉന്നത ശീർഷരായ പണ്ഡിതന്മാർ മുഴുവൻ ബാപ്പ മുസ്ലിയാരെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിക്കാൻ ഇരിക്കുകയാണ്. ബഹുമാന്യായ ആലിക്കുട്ടി മുസ്ലിയാരും അതുപോലെ തന്നെ മറ്റു നമ്മുടെ വിശിഷ്ട അതിഥികളുമൊക്കെ ബാപ്പ മുസ്ലിയാർ അനുസ്മരിച്ചുകൊണ്ട് സംസാരിക്കാനിരിക്കുകയാണ്. ബാപ്പ മുസ്ലിയാരെ കുറിച്ച് എല്ലാവർക്കും വളരെ പറയാനുണ്ടാവും. കാരണം ജീവിതത്തിന്റെ നിറഞ്ഞ പ്രയാണത്തിന്റെ ഇടയിൽ ആ സദസ്സിൽ നിന്ന്, ജീവിതത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അതിങ്ങനെ സജീവമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരെയും സ്തബ്ധരാക്കിക്കൊണ്ട് വിട പറയുകയാണ് ഉണ്ടായത്. അദ്ദേഹം വിദേശത്തായിരുന്നപ്പോൾ ഞാനുമായി ആ സമയത്തിന്റെ ഏതാനും ദിവസം, 1-2 ദിവസം മുമ്പ് ഫോണിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അന്വേഷിച്ചപ്പോഴൊക്കെ കാര്യമായി ഒന്നുമില്ല. പക്ഷേ അള്ളാഹുവിന്റെ വിധിയാണ്, അതെല്ലാവർക്കും ബാധകമാണ്. ഇവിടെ പറഞ്ഞതുപോലെ മരണം എന്നുള്ളത് എല്ലാവരെയും കാത്തിരിക്കുന്ന ഒന്നാണ്, അതിൽ അത്ഭുതമൊന്നുമില്ല. ബഹുമാനായ ബാപ്പ മുസ്ലിയാർ നമ്മളെ വിട്ട് പിരിഞ്ഞുപോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ ഏറെക്കാലത്തെ, കുറഞ്ഞ കാലമാണെങ്കിലുമുള്ള ഏറെ നല്ല പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുക. ബാപ്പ മുസ്ലിയാരുടെ നഷ്ടം സമസ്തക്കും അതുപോലെ പൊതുസമൂഹത്തിനും മാത്രമല്ല, മുഴുവൻ ജനങ്ങൾക്ക്, മതസ്ഥർക്കും ഉണ്ട്. അദ്ദേഹത്തിന്റെയും ഒരു കോർഡിനേറ്ററെ എല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒരു ശക്തരായ നേതാക്കന്മാരുടെ സാന്നിധ്യം സമൂഹത്തിന് വളരെ ആവശ്യമാണ്. ആ ശക്തിയുടെ ഗുണം ഇവിടെ ബഹുമാന്യായ തങ്ങളവറുകൾ പകർന്നു.
അതുപോലെ വലിയ നഷ്ടമാണ് പൊതുസമൂഹത്തിന് മുഴുവൻ സംഭവിച്ചിരിക്കുന്നത്. ഹജ്ജിന്റെ ചുമതല ഉണ്ടായിരുന്ന മന്ത്രി എന്നുള്ള നിലയിൽ ഒന്നിലേറെ തവണ ബഹുമാനായ ബാപ്പു മുസ്ലിയാരെ ഹജ്ജിന്റെ ചുമതല ഏൽപ്പിക്കുന്ന തീരുമാനം ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ നിർദ്ദേശപ്രകാരം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ കണ്ടത് അങ്ങേറ്റത്തെ കഴിവാണ്. ഹജ്ജിന്റെ സമയത്ത് ഹജ്ജിന് യാതൊരുവിധ പ്രശ്നവുമില്ലാതെ പല സമയത്തും ബാപ്പു മുസ്ലിയാർ എന്നോട് ഹജ്ജ് സംബന്ധിച്ച് ടെലിഫോൺ ചെയ്താൽ ഞാൻ പറയും, അത് ആലോചിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ നടത്തിയാൽ മതി. കാരണം എന്താന്ന് വെച്ചാൽ അത്ര വിശ്വാസം ഗവൺമെന്റിന്, അന്നത്തെ ഗവൺമെന്റിന് ബാപ്പു മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കൈകാര്യത്തിലുണ്ടായിരുന്നു. ഒന്നിനും ഒരു കുറവില്ല. അതുപോലെ വലിയ സംഘാടക പാഠവും കുരിയാട് സമ്മേളനം, ആലപ്പുഴ സമ്മേളനം, സമസ്തന്റെ സമ്മേളനമൊക്കെ അതിനുദാഹരണമാണ്. ബാപ്പു മുസ്ലിയാരുടെ വിയോഗം എന്ന് പറയുന്നത് വമ്പിച്ച നഷ്ടമാണ് സമസ്തക്കും സമൂഹത്തിനും പൊതുവിലും. നേരത്തെ ഇവിടെ വിഭ്രിത്തങ്ങളും സയ്യിദ് സിയാബ്തങ്ങളും അതുപോലെ തന്നെ അബ്ദുൽ മുസ്ലിയാരും ഒക്കെ പറഞ്ഞ പോലെ പൊതുവിൽ നാനാജാതി മതസ്ഥരെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന ഇന്നത്തെ ആവശ്യത്തിനുമൊക്കെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ ആവശ്യമുള്ള ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞത്. അള്ളാഹു പരലോകം സുഖമാക്കി കൊടുക്കട്ടെ. ഇവിടെ അദ്ദേഹത്തിന്റെ ശേഷം വന്നിരിക്കുന്ന നേതാക്കന്മാര് ബഹുമാന്യ ജിഫ്തങ്ങളും അതുപോലെ തന്നെ അരിക്കുട്ടി മുസ്ലിയാരും ഒക്കെ സയ്യിദ് സിയാബ്തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്തയുടെ ഭാവി പ്രവർത്തനങ്ങളിൽ ഈ വന്ന ആ ഒരു വിടവ് അള്ളാഹു നികത്തിക്കൊടുക്കട്ടെ എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ. സമൂഹത്തിന് വമ്പിച്ച ഒരുപാട് സംഭാവനകൾ ചെയ്ത് വിട്ടുപിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് തീർച്ചയായും അതിൻ്റെതായ ഗുണം അള്ളാഹു നൽകും. ഈ സമൂഹം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ബഹുമാന്യരെ, വളരെ തിരക്കിനിടയിൽ നമ്മുടെ ഇഷ്ടാതിഥികളായി 2 MP-മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ആലിമ്യങ്ങളും എല്ലാവരും വളരെ തിരക്കിലാണ്. വളരെ പെട്ടെന്ന് നമുക്ക് പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇനി ഇവിടെ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് സംസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ പ്രസിഡന്റ് ഉസ്താദ് TKP അബ്ദുസ്സലാം മുസ്ലിയാർ സംസാരിക്കുന്ന അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കും. السلام عليكم. الحمد لله وكفى وسلام على عباد الذين اصطفى. ബഹുമാനപ്പെട്ട സദാത്തുക്കളെ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, ഉൾക്കുറു മഹാസിന മൗതാക്കും. ഇതൊരു ഹദീസാണ്. ഉൾക്കുറു മഹാസിന മൗതാക്കും. നിങ്ങൾ മരിച്ചുപോയവരുടെ നന്മകൾ നിങ്ങൾ പറയുക, സ്മരിക്കുക. ഇസ്ലാമിൽ ഒരു പ്രധാനപ്പെട്ട ഒരാരാധനയാണ് മരിച്ചവരെ സംബന്ധിച്ച് നന്മ പറയുക എന്നുള്ളത്. ആ അടിസ്ഥാനത്തിലാണ് സമസ്തയുടെ ഇത് രൂപീകരിച്ചിരിക്കുന്നത്. സഹോദരന്മാരെ, എന്റെ സ്നേഹിതൻ ബാപ്പു മുസ്ലിയാരുടെ മരണം ഏറ്റവും വേദനിക്കുന്നതാണ്. ബാപ്പു മുസ്ലിയാരുടെ മരണം കൊണ്ട് ഏറ്റവും വേദനിക്കുന്നത് ഞാനാണ്. കാരണം ഇതിന് മുമ്പ് ഞാൻ വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി ആയിരുന്നു. അന്ന് ബാപ്പു മുസ്ലിയാർ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. സെക്രട്ടറിയായ തങ്ങളെന്ന പേര് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കണ്ണൂരാണല്ലോ, എനിക്ക് ഓഫീസുമായി ബന്ധപ്പെടാൻ പ്രയാസമില്ലേ? അപ്പൊ ബാപ്പു മുസ്ലിയാർ പറഞ്ഞു, നിങ്ങളൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങളെ പൂർണ്ണമായി സഹായിക്കും. അങ്ങനെയാണ് ഞാൻ ജോയിന്റ് പ്രസിഡന്റ് സെക്രട്ടറി ആയത്. പിന്നെ പ്രസിഡന്റായി.
ഞാൻ അദ്ദേഹവുമായി യോഗത്തിന് മുമ്പായിക്കൊണ്ട് രാത്രി ഫോണിൽ സംസാരിക്കും. പ്രശ്നങ്ങളെ തമ്മിൽ അന്വേഷണം ചർച്ച കിട്ടിയാൽ യോഗത്തിൽ സംബന്ധിക്കാറുള്ളൂ. അത്രമാത്രം ശ്രദ്ധയുള്ള ഒരു മഹാമനുഷ്യനാണ് അദ്ദേഹം. ശംസുലമായുടെ ശേഷം ഇത്രമാത്രം നമ്മൾ വേദനിക്കുന്ന ഒരു സമസ്യക്കാരനും ഉണ്ടോ എന്നൊരു സംശയമാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് തിരക്കിട്ടുകൊണ്ട് ആളുകളുണ്ട്. ഇനിയെല്ലാം നമുക്ക് ചെയ്യാനുള്ളത് അദ്ദേഹത്തിന്റെ പേരിൽ സദഖ ചെയ്യുക, അദ്ദേഹത്തിന്റെ പേരിൽ ഖുർആൻ ഓതി ഹജ്ജ് ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് ഞാൻ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല അദ്ദേഹത്തിന്റെ കുടുംബത്തെയും നമ്മുടെ അല്ലാഹു തആല ആദർശിക്കട്ടെ. അദ്ദേഹത്തിന് നമ്മൾ അല്ലാഹു സ്വർഗത്തിൽ ഒഴിച്ചുവിടുമാറാട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കേണ്ടത് ബഹുമാന്യനായ സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ മുഖ്യ കാര്യദർശി ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ അവர்களാണ്. അദ്ദേഹം പറയുന്നത് നമ്മുടെ ഉസ്താദുകളെ സംബന്ധിച്ചുള്ള MP-മാർ സംസാരിച്ചതിന് ശേഷം ഞാൻ സംസാരിക്കാമെന്നാണ്. ആദ്യമായി ഈ അനുസ്മരണ പ്രഭാഷണത്തിൽ പ്രഭാഷണം നിർവഹിക്കുന്നത് കോഴിക്കോടിന്റെ പ്രിയങ്കരനായ MP MK രാഘവൻ അവர்களാണ്. അദ്ദേഹത്തെ അധ്യക്ഷനോട് ആദരപൂർവ്വം രാഘവൻ MP-യുടെ നിർദ്ദേശപ്രകാരം വയനാടിന്റെ പ്രിയപ്പെട്ട MP MI ഷാനവാസ് അഭിസംബോധന ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ബഹുമാന്യരായ ഉലമാക്കളെ, പണ്ഡിതരെ, കോഴിക്കോടിന്റെ പ്രിയങ്കരനായ MP എന്റെ സഹോദരൻ ശ്രീ MK രാഘവൻ, മുശാവറയിലെ അംഗങ്ങളെ, ബഹുമാന്യരെ, നിങ്ങൾക്കറിയാം ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ലാത്ത സമയത്താണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. കോട്ടുമല ബാപ്പു മുസ്ലിയാർ സ്വാഗത പ്രഭാഷണം നടത്തി അബ്ദുള്ള മുസ്ലിയാർ അവർകൾ പറഞ്ഞതുപോലെ ഒരു മഹാപർവ്വതം പോലെ ഉയർന്നു നിന്ന് കേരളത്തിലെ ഉലമാക്കളുടെ മധ്യത്തിൽ നിന്നും ഉയർന്നു വന്ന് ഈ രാജ്യത്ത് മുഴുവൻ പ്രശോഭിച്ച അസാമാന്യമായ വ്യക്തിപ്രഭാവമായിരുന്നു കോട്ടുമല ബാപ്പു മുസ്ലിയാരുടെ. ഇത് ഞാനിരിക്കുന്നത് എനിക്കറിയാം. ഞാൻ നിൽക്കുന്ന ഈ വേദി എന്ന് പറഞ്ഞാൽ അറിവിന്റെ ഒരു കലവറയാണിവിടെ, പാണ്ഡിത്യത്തിന്റെ ഒരു കലവറയാണിവിടെ. സമസ്തയുടെ മുശാവറ അംഗങ്ങൾ പങ്കെടുക്കുന്ന വേദി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തിരുസാന്നിധ്യമുള്ള വെളിച്ചത്തിന്റെ ഒരു വേദിയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാപട്യവും കള്ളവും ചതിവും ഒന്നുമില്ലാത്ത നിഷ്കളങ്കരായ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അവരിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടവരിൽ ഒരാളായിരുന്നു കോട്ടുമല ബാപ്പു മുസ്ലിയാർ അവർ. വർഷങ്ങൾക്ക് മുമ്പ് ഹൈസൻ ടൂറിസ്റ്റ് എന്നുള്ളൊരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ എന്നോട് വലിയ സ്നേഹമായിരുന്നു. പിതൃതുല്യമായ അല്ലെങ്കിൽ സഹോദരതുല്യമായ വാത്സല്യം എന്നോടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഉസ്താദിനെ കാണുമ്പോൾ പറയും, ഉസ്താദിനെ പോലെ സുന്ദരനായ മറ്റൊരു ഉസ്താദിനെ കാണാൻ സാധിച്ചിട്ടില്ല, അത്ര സൗന്ദര്യമാണ് ഉസ്താദിന്റെ എന്ന് പറയും. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, ഇനി എന്താണ് ഉസ്താദെ അടുത്ത പരിപാടി? ഒരു സുപ്രഭാതം എന്ന് പറഞ്ഞ ഒരു പത്രം ആരംഭിക്കുന്നതിന് വേണ്ടി ഉള്ള ആലോചനയിലാണ് ഞാൻ അതിന് നേതൃത്വം കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ ആ യോഗത്തിൽ വെച്ച് ആദ്യമായി ഞാൻ അന്നവിടെ എളിയവനായി ഞാൻ പ്രഖ്യാപിച്ചു, ഒരു പത്രം ആരംഭിക്കുന്നതിനെ കുറിച്ച് കോട്ടുമല ഉസ്താദ് എന്നോട് പറഞ്ഞിരിക്കുന്നു. ആ പത്രം മലയാളത്തിൽ ആരോടും കിടപിടിക്കുന്ന ഏറ്റവും ശക്തിയുള്ള മാധ്യമമായി വളരും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അങ്ങനെ തന്നെ സുപ്രഭാതം വളർന്നിരിക്കുന്നു. കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത, വായിച്ചാലും മതിയാവാത്ത ഇസ്ലാമിന്റെ അഭിമാനമായി സുപ്രഭാതം മാറിയിരിക്കുന്നു. അതിന് ഈ മുശാവറ അംഗങ്ങളും കോട്ടുമല ബാപ്പു മുസ്ലിയാരും ധാരാളം സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന് ഈ പറയുന്ന സമസ്ത എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന സംഗമമാണ്.
ഇവരുടെ അനുഗ്രഹവും ഇവരുടെ പ്രാർത്ഥനയും കൊണ്ടാണ് ഞങ്ങളൊക്കെ ജീവിച്ചു പോകുന്നതും പ്രവർത്തിച്ചു പോകുന്നതും. അള്ളാഹുവിനെ സാക്ഷി നിർത്തി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്കും രാഘവനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹ വർഷങ്ങൾ കോട്ടുമല ബാപ്പു മുസ്ലിയാർക്കും ആ കുടുംബത്തിനും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനനായ എം കെ രാഘവൻ എം പിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയനായ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജഫറി മുത്തുക്കോയ തങ്ങൾ അവർ, ഈ വേദിയിലുള്ള പണ്ഡിത സദസ്സ്, ബഹുമാന്യനായ എം ഐ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കൂട്ടുമല ബാപ്പു മുസ്ലിയാർ എന്ന മഹാപ്രതിഭ ഈ ലോകത്തോട് വിട പറഞ്ഞ ആ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയാണ്. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ കാണാൻ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും മുസ്ലിയാരുടെ വ്യക്തിത്വം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം അവരുടെ സംസാരത്തിലൂടെ നമുക്കെല്ലാം തന്നെ വിസ്മരിക്കാൻ കഴിയാത്ത രീതിയിൽ മനസ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായി. അദ്ദേഹത്തിൻ്റെ വന്യനായ പിതാവ് പാണ്ഡിത്യ ലോകത്തിലെ ചക്രവർത്തിയായിട്ടുള്ള കോട്ടുമല അബൂക്കർ മുസ്ലിയാരുടെ പ്രിയപുത്രൻ, പിതാവിനെ പോലെ പിതാവിനേക്കാളും പ്രവൃത്തിപഥത്തിൽ ഒരു പ്രകാശ ഗോപുരമായി മാറി. അതാണ് സത്യം. ഏറ്റെടുക്കുന്ന എല്ലാ ദൗത്യങ്ങളും ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനമാണെങ്കിലും മറ്റ് വിദ്യാഭ്യാസ ബോർഡിന്റെ ചുമതലയാണെങ്കിലും നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഈ സുപ്രഭാതം പത്രത്തിന്റെ ചുമതലയാണെങ്കിലും ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളും അത് കൃത്യമായി നിർവഹിക്കാൻ അദ്ദേഹത്തിന്റെ കർക്കശമായ നിലപാട്, അതിൽ സത്യസന്ധമായ മാർഗത്തിൽ ഒരു അംശം പോലും വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു പണ്ഡിതനായിരുന്നു മുസ്ലിയാർ. തീർച്ചയായും ആ മഹാനായ യുഗപ്രഭാവന്റെ വേർപാടിൽ എന്നൊരിക്കൽ കൂടി ശിരസ് നമിക്കുന്നു. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്. ബഹുമാനരെ, നമ്മുടെ പരിപാടിയിൽ വിശിഷ്ടാതിഥിയായി സംബന്ധിക്കാമെന്ന് പറഞ്ഞിരുന്ന കേരള നിയമസഭാ സ്പീക്കർ ശ്രീ പി ശ്രീരാമകൃഷ്ണന്റെ ഒരു അനുസ്മരണ സന്ദേശം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ വരണം എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അനിവാര്യമായ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് വരാൻ കഴിയാത്ത വിവരം അറിയിക്കുകയും ഈ അനുസ്മരണ സന്ദേശം വായിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊന്ന് വായിക്കുന്ന ഉസ്താദുമാരുടെ സമ്മതത്തോടുകൂടി കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാനും സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറിയും വിവിധ സ്ഥാപനങ്ങളുടെ മേധാവിയുമായിരുന്ന ഇസ്ലാമിക പണ്ഡിതൻ ശ്രീ കോട്ടുമല ടി എം ബാപ്പു മുസ്ലിയാർ കേരള മുസ്ലിങ്ങൾക്കും പൊതുസമൂഹത്തിനും ആരാധ്യനായിരുന്നു. സുപ്രഭാതം പത്രത്തിന്റെയും ഇഖ്റ പബ്ലിക്കേഷൻസിന്റെയും ചെയർമാൻ എന്ന നിലയിൽ അർത്ഥപൂർണമായ മാധ്യമ പ്രവർത്തനത്തിന്റെ മാതൃക സൃഷ്ടിക്കാനും ശ്രീ ബാപ്പു മുസ്ലിയാർക്ക് കഴിഞ്ഞു. ഇസ്ലാമിക ചര്യയും കേരള മുസ്ലിങ്ങളുടെ പാരമ്പര്യങ്ങളും വ്യക്തിജീവിതത്തിൽ നിഷ്കർഷമായി പിന്തുടരുകയും പൊതുജീവിതത്തിൽ മാനവികതയും മതേതര മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത ബാപ്പു മുസ്ലിയാരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാജ്ഞകൾ അർപ്പിക്കുന്നു എന്ന് പി ശ്രീരാമകൃഷ്ണൻ കേരള നിയമസഭാ സ്പീക്കർ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഖ്യ കാര്യദർശി ഉസ്താദ് കെ ആലിക്കുട്ടി മുസ്ലിയാർ അഭിസംബോധന ചെയ്യുന്നു. അദ്ദേഹത്തെ അധ്യക്ഷനോട് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഭിമന്യരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ജഫരി മുത്തുക്കോയ തങ്ങൾ,
പ്രഗത്ഭനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുള്ള മുസ്ലിയാർ, ബഹുമാനപ്പെട്ട സാദിഖ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ട തങ്ങൾ അബ്ദുൽ ഹൈ, ഉലമാക്കൾ, ഉമറാക്കൾ, മുതഅല്ലിം സുഹൃത്തുക്കൾ, ഈ ഒത്തുചേരൽ ഒരു സാലിഹ അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. മാ അഹ്സന ദീന വദ്ദുനിയാ ഇദ ഇജ്തമാ, ഒരു കവി ചൊല്ലിയ പദ്യത്തിൻ്റെ ഒരു ചെറിയ ഖിത്അത്താണ് ഞാൻ ചൊല്ലിയത്. ദീനും ദുനിയാവും രണ്ടും കൂടി ഒത്തുകൂടിയാൽ എന്തൊരു സൗന്ദര്യം. മാ അഹ്സന ദീന വദ്ദുനിയാ ഇദ ഇജ്തമാ, ദീനും ദുനിയാവും വാഹുമുസ്ലിയാരെ സംബന്ധിച്ച് ചുരുക്കി പറഞ്ഞ അങ്ങനെ കഠിനാധ്വാനം ഉള്ള ആളുകൾക്ക് മാത്രമേ ഉന്നതിയിലെത്താൻ കഴിയുകയുള്ളൂ. വമൻ റാമൽ ഉലാ സഹറൽ ലയാലി, ഉന്നതി കാംക്ഷിച്ച ആളുകൾ രാത്രിയിൽ ഉറക്കൊഴിക്കും, കഠിനാധ്വാനം ചെയ്യും. ആ കഠിനാധ്വാനമാണ് വാഹുമുസ്ലിയാരുടെ ഉയർച്ചയിടുന്നത്. കുടുംബവഴിക്ക് നോക്കിയാലും ബന്ധുവഴിക്ക് നോക്കിയാലും ഉന്നതൻ. സമൂഹത്തിൽ എത്തിച്ചേരുമ്പോൾ അദ്ദേഹം ശ്രദ്ധേയൻ. നമ്മുടെ വാഫുസ്ലിയാർ നമ്മളോട് വിട്ടുപിരിഞ്ഞു. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ ഉഹറവിയ ജീവിതം ഭംഗിയാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് താറും. നല്ല പ്രതിനിധികളെ അദ്ദേഹത്തിന് പകരക്കാരായി അള്ളാഹു നൽകട്ടെ എന്നും പ്രാർത്ഥിക്കാം. സമസ്തനെ സംബന്ധിച്ചിടത്തോളം വലിയ 3 വൃക്ഷങ്ങളാണ് അടുത്തടുത്തായി വീണുപോയത്. ഒന്ന് ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് ജനുവരി മാസത്തിൽ, കഴിഞ്ഞ ഫെബ്രുവരിയിൽ. അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട കോയക്കുട്ടി മുസ്ലിയാർ അതേ വർഷം തന്നെ 2016 അതിൻ്റെ അവസാനം ഡിസംബറിൽ ബഹുമാനപ്പെട്ട കുമരംപുത്തൂർ ഉസ്താദ് അവസാനം ഈ മാസത്തിന്. ഇത്രയധികം നഷ്ടം നമ്മുടെ സംഘടനക്ക് ഉണ്ടായത് അടുത്ത കാലത്തൊന്നും ഓർമ്മയിലില്ല. ചെറുപ്പത്തിൽ ആളുകൾ മരിച്ചു പോകാറുണ്ട്. നമ്മുടെ നാട്ടിക മുസ്ലിയാർ വളരെ ചെറുപ്പം മരിച്ചുപോയ ആളാണ്. കഴിഞ്ഞുപോയ പണ്ഡിതന്മാർക്കിടയിലും 40ഉം 45ഉം ഒക്കെ വയസ്സുള്ളപ്പോൾ മരിച്ചു പോയിട്ടുണ്ട്. ആ മുസ്ലിയാർ അത്ര ചെറുപ്പമല്ലെങ്കിലും ശരാശരി വയസ്സാണ്. അമാർ ഉമ്മത്തി ബൈന സിത്തീന ഇല 60 മുതൽ 70കൾക്കിടയിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സമസ്തക്ക് വേണ്ടി, സമൂഹത്തിനു വേണ്ടി, നമ്മുടെ രാഷ്ട്രത്തിനു വേണ്ടി, പൊതു സമൂഹത്തിനു വേണ്ടി ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ അമലുകളും അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇനിയുള്ള കാലങ്ങളിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യാന്നുള്ളതാണ്. AP ഉസ്താദ് വഫാത്തായതിൻ്റെ 40ാമത്തെ ദിവസമാണെന്ന്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ പല സ്ഥലങ്ങളിലും ദുആ, ജാമ്യയിലും ദുആ. ആ പരിപാടിയിൽ ബഹുമാനപ്പെട്ട അബ്ദുള്ള മുസ്ലിയാർ പങ്കെടുത്തിട്ടാണ് വന്നത്. എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ കുറച്ച് ദൂര സ്ഥലത്തായിരുന്നു 2-3 ദിവസങ്ങളായി. ഏതായാലും നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഉഹയ ജീവിതം ഭംഗിയാക്കി കൊടുക്കുമാറാവട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ ലക്ഷ്യത്തിലെത്തുന്നതിനു വേണ്ടി, വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ഉദ്ദേശം സഫലമാകുന്നതിനു വേണ്ടി ശംസുൽ ഉലമയും കോട്ടുമൽ ഉസ്താദും ആഗ്രഹിച്ച ആ നിലവാരത്തിലേക്ക് സംഘടന എത്തിച്ചേരാനായി എല്ലാവരും പ്രാർത്ഥിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് CPM സാദിഖ് മുസ്ലിയാർ നമ്മെ അഭിസംബോധന ചെയ്യുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു.
السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله. أما بعد فأوصيكم عباد الله وإياي بتقوى الله. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ നേതാവായിരുന്ന കൂട്ടുമല വാപ്പുസ്തി അവരുടെ അനുസ്മരണ സമ്മേളനമാണ് നമ്മൾ നടത്തിയത്. വാപ്പുസ്തിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ചെറിയ കുട്ടിയായിരുന്ന കാലം മുതൽ അദ്ദേഹവുമായി ബന്ധപ്പെടാനും പരിചയപ്പെടാനും എനിക്ക് സാധിച്ചിരുന്നു. ബഹുമാനപ്പെട്ട കൂട്ടുമല ഉസ്താദ് അവരുമായുള്ള അടുപ്പം കൊണ്ട് ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഒരു മുത്താലിമായി പള്ളിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങളും ഗുണങ്ങളുമൊക്കെ കണ്ടു മനസ്സിലാക്കി ഒരു ഭാവിയുള്ള ഒരു കുട്ടിയാണെന്ന് നേരത്തെ മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാൽ അദ്ദേഹം ആ കാര്യമൊക്കെ തെളിയിച്ചു. വളരെ ബാധ്യതയുള്ള നമ്മുടെ സുപ്രഭാതത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും സംശയത്തിലായിരുന്നു. ഇത്ര വലിയ മാസത്തിൽ കോടിക്കണക്കിന് ഉറുപ്പിക ചെലവ് വരുന്നൊരു പരിപാടി നടത്താൻ നമുക്ക് സാധിക്കുമോ എന്ന കാര്യം സംശയമായിരുന്നു. എന്നാൽ അതിനപ്പുറത്തുള്ള ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കണ്ടുപിടുത്തങ്ങളും ഉണ്ടാക്കി ഗവൺമെന്റിൽ ബഹുമാനപ്പെട്ട ബാപ്പു മുസ്ലിം അവതരിപ്പിക്കുന്നു. അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുപോലെ പല കാര്യങ്ങളും വളരെ ദീർഘദൃഷ്ടിയോടുകൂടി നമ്മുടെ സംഘടനയിലും അതുപോലെ മറ്റു രംഗങ്ങളിലുമൊക്കെ വരാനിരിക്കുന്ന പല വിഷമങ്ങളും അദ്ദേഹം നേരത്തെ കണ്ട് മനസ്സിലാക്കി ഞങ്ങളൊക്കെ അറിയിച്ചിരുന്നു. ഏതായിരുന്നാലും അദ്ദേഹം നമുക്ക് ഒന്ന് വിട്ടുപിരിഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആഹാരം നന്നാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് ഒറ്റ വാക്കിൽ ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് കൗളിയുമായ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലല്ലേലി പ്രഭാഷണം നിർവഹിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. സദഖല്ലാഹു മൗലാന കരീം. ബഹുമാനാദരവുള്ള സാധാരണ ഒരുമിച്ച് കൂടിയുള്ള സഹോദരങ്ങൾ, നമുക്ക് ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മുടെയൊക്കെ നേതാവും സമസ്തകേരള ജമിയത്തുലമയുടെ ജുദ്ദിനായ അമരക്കാരനുമായി ജീവിതാവസാനം വരെ അധ്വാനം ചെയ്ത് പ്രവർത്തിച്ച് ഇവിടെ പറഞ്ഞ മഹാനായ അവർകളെ അനുസ്മരിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ദുആ ചെയ്യുന്നതിനും എല്ലാവർക്കും അവരുടെ മഹത്വങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പറയാനുണ്ട്. ഒരുപാട് ഇവിടെ പറയുകയും ചെയ്തു. താൻ ഏറ്റെടുത്ത കാര്യം നിർവഹിക്കുന്നതിൽ അദ്ദേഹം കാണിച്ച ആ ഉത്സാഹവും അതിലുപരി സ്വയം തടി മറന്നുകൊണ്ടുള്ള പ്രവർത്തനവുമാണ് അദ്ദേഹത്തെ ആരിലും ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ജനുവരി മാസത്തിൽ സമസ്തയുടെ സമ്മേളന പ്രചരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ലക്ഷദ്വീപിൽ യാത്ര പോയി യാത്ര ചെയ്ത് തിരിച്ചെത്തി ഉടനെ തന്നെ വിമാനം ഇറങ്ങി അദ്ദേഹം ദിവസങ്ങളോളം വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് പോലും വിഷമമില്ലാതെ വീണ്ടും ആലപ്പുഴയിൽ ചെന്നുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളെ തർത്തീബാക്കുന്നതിലും ആ കാര്യങ്ങളെ വേണ്ടവാരി ചെയ്യുന്നതിലും അദ്ദേഹം ചെലവഴിക്കുകയാണ്. ഇറങ്ങിയ ഉടനെ തന്നെ പറഞ്ഞു, തിരക്കൊന്നില്ലെങ്കിൽ എൻ്റെ കൂടെ വരണം, ആലപ്പുഴ വരെ പോകണം. നേരെ ആലപ്പുഴയിൽ ചെന്നു. അന്ന് രാത്രി 11-12 മണി വരെ സ്റ്റേജ് സംബന്ധമായി സൗണ്ട് സംബന്ധമായി എല്ലാ വിഷയത്തിലും അഗാധ കഴിവായിരുന്നു എന്നുള്ളതാണ്. സൗണ്ടിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അതിനനുസരിച്ചുള്ള സംസാരങ്ങൾ, സ്റ്റേജിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അതിനനുസരിച്ചുള്ള സംസാരങ്ങൾ, അതിനെല്ലാ വിഷയങ്ങളിലും പഠിച്ച് പറയുന്ന ഒരവസ്ഥ. ആ കാര്യങ്ങളൊക്കെ എല്ലാം ശരിയാക്കിയതിന് ശേഷം മാത്രമാണ് രാത്രി വളരെ വൈകിയാണ് അദ്ദേഹം
വീട്ടിൽ ഞങ്ങൾ സുബൈയുടെ അടുത്ത ഭയത്ത് തിരിച്ചെത്തി. വീണ്ടും രാവിലെ തന്നെ 9 മണിക്ക് മറ്റൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയാണ്. അങ്ങനെ അപ്രകാരം തന്നെയാണ് സുപ്രഭാതത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 24 മണിക്കൂറെന്നോളം ഈ സ്ഥാപനത്തിൽ ഇവിടെ വരികയും ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും നടത്തുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം സ്വയമായി അതിൽ നിന്ന് ഒരു വിഹിതം പോലും പറ്റാൻ ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ്. ചെലവ് പോലും അദ്ദേഹത്തിന്റെ സ്വയം കയ്യിൽ നിന്ന് ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ യാത്രകൾ മുഴുവനും. പലപ്പോഴും ഞങ്ങൾ ഡയറക്ടർ ബോർഡിലൊക്കെ തന്നെ അഭിപ്രായപ്പെട്ടു, അദ്ദേഹത്തിന് ചെലവായ കാശെങ്കിലും അതുപോലും അദ്ദേഹം മരിക്കുന്നവരെ വാങ്ങാൻ തയ്യാറായില്ല എന്നുള്ളതാണ്, ചെലവായ കാശ് പോലും. അപ്പൊ അത്രമാത്രം സമസ്തയ്ക്ക് വേണ്ടി, സമസ്ത എന്ന ജീവനതുല്യം സ്നേഹിച്ച് സമസ്തയ്ക്ക് വേണ്ടി മഹാനായ കൊട്ടുമനസ്താദ് അദ്ദേഹത്തെ കടമേരിക്ക് ഏൽപ്പിച്ചു കൊടുത്തത് മുതൽ ഇന്നേവരെ വഫാത്ത് വരെ സമസ്തയ്ക്ക് വേണ്ടി ജീവിച്ച് വഫാത്തായ നാല് വ്യക്തിത്വം. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമുക്ക് ചെയ്യാനുള്ളത് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. അദ്ദേഹം ചെയ്ത സേവനങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തോടൊപ്പം നാളെ ജന്നാത്ത് ഫിർദൗസ് നമ്മയും അവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിന് അള്ളാഹു ഖൈറും ബർക്കത്തും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ മാത്രം ദുആ ചെയ്തുകൊണ്ട് മക്കളും സൗരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കോഴിക്കോട് ഖാളി സയ്യിദ് നാസർ ഹൈ ശിഹാബ് തങ്ങൾ നമ്മെ അഭിസംബോധന ചെയ്യുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അഭിവന്ദരായ MT മുസ്ലിയാർ അവരുടെ വേദിയിൽ ഉപവിഷ്ടരായ സദാത്തുക്കളെ, പണ്ഡിത മഹത്തുക്കളെ, സഹോദരന്മാരെ, മഹാനായ കോട്ടുപന മുഹമ്മദ് ബാബ് മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ നാമം ബാപ്പു മുസ്ലിയാർ എന്നാണ് നമ്മൾ അറിയപ്പെടുക. എന്നാൽ മുഹമ്മദ് ബാപ്പു മുസ്ലിയാർ എന്ന നാമധേയത്തിലുള്ള ടി.എം. ബാപ്പു മുസ്ലിയാർ വലിയ പാണ്ഡിത്യത്തിന് ഉടമയായിരുന്നു. മഹാനായ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകളുടെയും ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെയും ആശീർവാദത്തോടുകൂടെ സമസ്ത എന്ന ഈ മഹിതമായ പണ്ഡിത സഭയിലേക്ക് നയിക്കപ്പെട്ട ഒരു മഹൽ വ്യക്തിത്വം കൂടിയായിരുന്നു. ആത്മീയതയും പാണ്ഡിത്യവും നിറഞ്ഞ രണ്ട് മഹാവ്യക്തിത്വങ്ങൾ അവരുടെ ആശീർവാദത്തോടുകൂടെ സമസ്തയിലേക്ക് വന്നപ്പോൾ അത് രണ്ടും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ മഹാനായ ബാപ്പു മുസ്ലിയാർ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്. ഏറ്റെടുക്കുന്ന ഏത് കാര്യവും കൃത്യമായ ദിശാബോധം നൽകി വേണ്ടതുപോലെ അതിലെ കാര്യങ്ങൾ നിർവഹിക്കാൻ മഹാനായ ബാപ്പു മുസ്ലിയാർക്ക് സാധിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് മഹാനായ ഉസ്താദ് അവറുകളുടെ വിയോഗം സമസ്തക്കും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ മേഖലയിലും ഒരു തീരാ നഷ്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ ഒഴിഞ്ഞ വിടവ് നികത്താൻ നമ്മിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പകരക്കാരെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരെ, പരിപാടിക്ക് അവസാനമായി കുമരമ്പത്തൂർ AP ഉസ്താദിന്റെ മഗ്ഫിറത്തിന് വേണ്ടിയും ബാപ്പു മുസ്ലിയാർക്ക് വേണ്ടിയും പ്രത്യേക ഒരു ദുആ
യാസീൻ ഓതിയുള്ള ഒരു ദുആ ഉണ്ടാവണം എന്ന് MT ഉസ്താദ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ നിൽക്കുന്ന എല്ലാ സഹോദരങ്ങളും ഈ സദസ്സിലേക്ക് വന്നിരിക്കുക. ആ ദുആയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് അതുകൂടി നിർവഹിച്ച് വേണം നമുക്ക് പിരിയാൻ. ഈ പരിപാടിയിൽ ഇനി സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുന്നത് സുപ്രഭാതം പത്രത്തിന്റെ മാനേജിംഗ് എഡിറ്റർ നവാസ് പൂനൂർ അവர்களാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം. പ്രിയനായ MT ഉസ്താദ്, സാദിഖ് ഉസ്താദ്, ഹമീദ് ഫൈസി, പ്രിയമുള്ളവരെ, പണ്ഡിതന്മാർ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞു. ഇനി സംസാരത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. ആര് മരിച്ചാലും നമ്മൾ പതിവായി പറയാറുള്ള ഒരു പ്രയോഗമാണ് നികത്താനാവാത്ത നഷ്ടം എന്ന്. ഉസ്താദിന്റെ വിയോഗം അക്ഷരത്തിലും അർത്ഥത്തിലും നികത്താനാവാത്ത നഷ്ടം തന്നെയാണ്. ഒരുപാട് മേഖലകളെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ഇവിടെ ശ്രീ ഷാനവാസ് സൂചിപ്പിച്ചതുപോലെ സുപ്രഭാതം പത്രം എന്നും ബാപ്പുസ്താദിന്റെ ഒരു നിത്യസ്മാരകമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാപ്പുസ്താദ് എന്നൊരു പണ്ഡിതൻ സമസ്തയ്ക്കില്ലായിരുന്നുവെങ്കിൽ സുപ്രഭാതം എന്നൊരു പത്രം ഉണ്ടാകുമായിരുന്നില്ല. ഉസ്താദിനെ 10-25 വർഷമായി അറിയാം. പക്ഷേ സുപ്രഭാതം തുടങ്ങുന്നതിന് മുമ്പ്, ഒരു വർഷം മുമ്പാണ് ഉസ്താദുമായി ഈ വിഷയം സംസാരിക്കുകയും ഉസ്താദിനെ വിളിപ്പിച്ച് കാണുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം തുടങ്ങിയ ശേഷമാണ് 2012 മുതലാണ് വളരെ ഒരു ആത്മബന്ധമുണ്ടായിട്ടുള്ളത്. ഉസ്താദുമായി ചില യാത്രകളൊക്കെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ റമദാനിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നടത്തിയ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായി. ബഹുമാനപ്പെട്ട ബാപ്പുസ്താദും ആലിക്കുട്ടി ഉസ്താദും ബഹാവുദ്ദീൻ ഉസ്താദും ആണ് ആ ചടങ്ങിൽ സമസ്തയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത്. സുപ്രഭാതത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഞാനും ക്ഷണിക്കപ്പെട്ടു. അവിടെ പിണറായി വിജയൻ സമസ്ത നേതാക്കന്മാർക്ക് തന്ന ആദരവ് കണ്ട് മറ്റുള്ള സമുദായത്തിന്റെ പ്രമുഖരായ നേതാക്കന്മാർ പോലും അത്ഭുതപ്പെട്ടു എന്നെനിക്ക് ബോധ്യമായി. 10-40 കൊല്ലം പത്രപ്രവർത്തന രംഗത്തുള്ള എനിക്കുള്ള നിരീക്ഷണം വെച്ചുകൊണ്ട് അവിടെ ഒരുപാട് പണ്ഡിതന്മാർ, എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളും ഉണ്ടായിരുന്നു. അപ്പൊ ശ്രീ പിണറായി നമ്മുടെ പണ്ഡിതന്മാർക്ക് കൊടുത്ത ആദരവ് എന്നെയും അത്ഭുതപ്പെടുത്തി. ഗവർണർ ജസ്റ്റിസ് സദാശിവമായിരുന്നു ആ ചടങ്ങിലെ മുഖ്യാതിഥി. സദാശിവത്തെ സ്വീകരിച്ചു കൊണ്ടുവന്ന് പിണറായി വിജയൻ ആദ്യമായി കൊണ്ടുവന്നത് നമ്മുടെ നേതാക്കന്മാരുടെ അടുത്തേക്കായിരുന്നു. അവരെ പരിചയപ്പെടുത്തി. 10,000 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന, മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന സംഘടനയുടെ അമരക്കാരാണ് എന്ന് പറ്റിയപ്പോൾ ജസ്റ്റിസ് സദാശിവ അത്ഭുതം കൂടി. 10,000 മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ? അത്ഭുതമാണല്ലോ, ഇതെങ്ങനെ നടക്കുന്നു, ഇതെങ്ങനെ സാധിക്കുന്നു ഒരു മതസംഘടനയ്ക്ക് എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ബാപ്പുസ്താർ പറഞ്ഞു, മതപഠനം മാത്രമല്ല ഭൗതിക പഠനവും ഞങ്ങൾ നടത്തുന്നുണ്ട്. ആലിക്കുട്ടി ഉസ്താദ് കൂട്ടിച്ചേർത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ നടത്തുന്നുണ്ട്. അതിന്റെ അമരക്കാരനാണ് ബാപ്പു മുസ്ലിയാർ എന്ന് പറയണ്ടായി. അപ്പോൾ ഗവർണർ പോലും അത്ഭുതപ്പെടുകയുണ്ടായി ബാപ്പു മുസ്ലിയാറിന്റെ ഒരു പ്രാഗൽഭ്യത്തിന് മുകളിൽ. ഞാൻ പറഞ്ഞു വരുന്നത്, ബാപ്പു മുസ്ലിയാർ സമസ്തയ്ക്ക് ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാർക്കൊക്കെ സർവശക്തനായ നാഥൻ ദീർഘായുസ്സ് കൊടുക്കട്ടെ എന്ന് മനമേകി പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ആ പണ്ഡിതന്മാരൊക്കെ സമസ്തയ്ക്ക് നേതൃത്വം കൊടുക്കാനുണ്ട്. പക്ഷേ സുപ്രഭാതം പോലൊരു പത്രത്തിന്റെ തലപ്പത്തേക്ക് മറ്റൊരു ബാപ്പു മുസ്ലിയാർ അള്ളാഹു തരട്ടെ എന്ന് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. കാരണം അത്രയും വലിയ സേവനം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പത്രം തുടങ്ങുന്നതിന്റെ 1 കൊല്ലം മുമ്പ് ഞങ്ങളിവിടെ പണി തുടങ്ങിയിരുന്നു. ആ ദിവസങ്ങളിൽ ആഴ്ചയിൽ 1-2 തവണ, അവസാനത്തെ 6 മാസം ഓരോ ദിവസവും ബാപ്പു മുസ്ലിയാർ ഇവിടെ വന്നു. അതിന്റെ ഡീസലിന്റെ പണം പോലും വാങ്ങിയില്ല എന്ന് പറഞ്ഞാൽ എന്ത് ഒരുപാട് പറഞ്ഞു പോകും. ഞാൻ അറിയാതെ പറഞ്ഞു പോകും, പണ്ഡിതന്മാരുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ സുപ്രഭാതത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം അതിന്റെ അവസാന വാക്കായിരുന്നു. ഞാൻ അന്ന് ഉസ്താദ് മരിച്ചെന്ന് എഴുതിയ ലേഖനം പോലെ ഞങ്ങളിവിടെ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് നടത്തുകയാണ്. അമീദ് ഫൈസിയും മുസ്തമാഷ് ഞങ്ങളൊക്കെ ചർച്ച ചെയ്താണ് സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. പത്രങ്ങളിലൊക്കെ പരസ്യം കൊടുത്തു, ചന്ദ്രികയിലും മനോരമയിലൊക്കെ പരസ്യം കൊടുത്താണ് ഞങ്ങൾ ആളുകളെ ക്ഷണിച്ചത്. അതിനിടയിൽ IT മാനേജർമാരെ വേണം, IT സെക്ഷന്റെ മാനേജർമാരായിട്ടുള്ള ആളുകളെ വേണം. ഞങ്ങൾ കുറെ ആളുകൾ ഇന്റർവ്യൂ ചെയ്തു, 2 പേരെ സെലക്ട് ചെയ്തു. 3 ആളെ വേണം, കൊള്ളാവുന്ന ഒരാളെയും കിട്ടുന്നില്ല. ഞങ്ങൾ ആ സംഘടന ബാബുസ്ഥാനോട് പറഞ്ഞു, ഉസ്താദേ നമുക്ക് 3 പേരെ IT മാനേജർമാരായിട്ട് വേണം, 2 പേരെ കിട്ടിയിട്ടുള്ളൂ.
2 പത്രത്തിൽ പരസ്യം കൊടുത്തു. അപ്പൊ വേണമെങ്കിൽ ഒരു പരസ്യം കൂടെ കൊടുക്കും എന്ന് ഉസ്താദ് പറയാൻ വിചാരിച്ചാ. പക്ഷെ ഉസ്താദ് പറഞ്ഞു, എന്റെ ഒരു മരുമകനുണ്ട്, എന്റെ മോളുടെ ഭർത്താവ്, ഞാൻ ഇങ്ങോട്ട് അയക്കാം, പക്ഷെ നിങ്ങൾ അവനെ നിയമിക്കരുത്, എന്റെ മരുമകനാണ് എന്ന പരിഗണനയിൽ നിയമിക്കരുത്, കൊള്ളാമെങ്കിൽ മാത്രം വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദിന്റെ സ്വന്തം വീട്ടിൽ IT മാനേജറായി കൊള്ളാവുന്ന ഒരാളുണ്ടായിട്ട് അത് കാര്യം ഉസ്താദ് പറഞ്ഞില്ല. ഉസ്താദ് നിയമിച്ചപ്പോഴേ അവിഹിതമല്ലാതെ ബന്ധു നിയമനത്തിന്റെ പരിധിയിൽ അത് വരില്ല. കൊള്ളാവുന്ന യോഗ്യതയുള്ള ഒരാള് ആളെ പിറ്റേന്ന് വിട്ടു, കൊള്ളാവുന്ന ആളായിരുന്നു, ഞങ്ങൾ നിയമിക്കുകയും ചെയ്തു. പക്ഷെ അത്ര പോലും സ്വന്തമായ ഒരു താല്പര്യം ഈ സുപ്രഭാതവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഉസ്താദ് കാണിച്ചില്ല എന്നത് അദ്ദേഹത്തിന്റെ മഹത്വത്തിന്റെ വലിയ ഉദാഹരണമായി എനിക്ക് തോന്നുകയാണ്. ഇങ്ങനെ എണ്ണിപ്പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരൊക്കെ ഇനിയും സംസാരിക്കാനുണ്ട് എന്നതുകൊണ്ട് മാത്രം ഞാൻ നീട്ടി പരത്തി ഇനിയും പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഉസ്താദിന് സർവശക്തനായ നാഥൻ പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹത്തെ നമ്മയുമൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒന്ന് ശ്രദ്ധിക്കുക. KL 57E 73 74 ഓൾട്ടോ, KL 55 K 98 ഇന്നോവ, KL 41D 66 38 റിറ്റ്സ്, KL 1297 ആൾട്ടോ എന്നീ കാറുകൾ പാർക്ക് ചെയ്തെടുത്തു നിന്ന് മാറ്റി ഇടണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇനി നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് സമസ്ത ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി ബഹുമാനായ ഡോക്ടർ NM അബ്ദുൽ ഖാദർ സാഹിബ് സംസാരിക്കുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും. വേദിയിലെ ആദരണീയനായ പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ബാപ്പു മുസ്ലിയാർ നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷത്തിൽ നമ്മെല്ലാം വിട്ടു പാരത്രിക ജീവിതത്തിലേക്ക് കടന്നുപോയിരിക്കുന്നു. സമസ്തയുടെ നേതാക്കന്മാർ, പണ്ഡിത നേതാക്കന്മാർ ഓരോരുത്തരായി വിട പറഞ്ഞപ്പോഴും ഊർജ്ജസ്വലതയുടെ പര്യായമായിരുന്ന ബാപ്പു ഉസ്താദ് അവർകൾ ഇത്ര വേഗം നമ്മോട് വിട പറയും എന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നല്ല, നമ്മളൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയാലും അദ്ദേഹം സമസ്തക്ക് നേതൃത്വം നൽകി ഇവിടെ ഉണ്ടാകും എന്ന് കരുതത്തക്ക രൂപത്തിൽ അത്രയും ഊർജ്ജസ്വലമായിട്ടാണ് അദ്ദേഹം പ്രവർത്തന രംഗത്ത് എല്ലാ മേഖലയിലും അങ്ങനെ വിളങ്ങി നിന്നത്. അങ്ങനെയുള്ള ഒരു സമയത്താണ് അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിൽ അദ്ദേഹത്തെ അത് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് അങ്ങനെ അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകണം എന്നായിരിക്കും അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള യോഗം. അള്ളാഹുവിന്റെ വിളി വന്നു കഴിഞ്ഞാൽ ഏതൊരാൾക്കും അതനുസരിച്ച് ഈ ലോകത്തോട് വിടവരയില്ലാതെ മറ്റ് യാതൊരു നിവൃത്തിയും ഇല്ലല്ലോ. ബാപ്പുസ്ഥാന സമയത്തോളം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു തലമുറക്കപ്പുറമുള്ളതാണ്. അദ്ദേഹത്തിന്റെ പിതാവ് മർഹൂം കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, അതുപോലെ എന്റെ വന്യനായ പിതാവ് KP ഉസ്മാൻ സാഹിബ്, ഇവർ രണ്ടുപേരും സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറിയുമായി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. പിന്നീട് ഒരു ചരിത്രത്തിന്റെ ഒരു ദശാസന്ധിയിൽ ഒരു നിയോഗം വന്നതുപോലെ അതേ ഉത്തരവാദിത്തങ്ങൾ ബാപ്പു മുസ്ലിയാരോടൊപ്പം അതുപോലെ തന്നെ എന്റെ അടുത്തും വന്നു ചേരുകയുണ്ടായി എന്നുള്ളത് ഇവിടെ അനുസ്മരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവരോടൊപ്പം സഹഭാരവാഹിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ജീവിതത്തിലെ ഒരു അസുലഭ സൗഭാഗ്യമായി ഞാൻ കരുതുകയാണ്. എപ്പോഴും തന്നെ വളരെ സ്നേഹത്തോടുകൂടി, കരുതലോടുകൂടി, താല്പര്യത്തോടുകൂടിയാണ് അദ്ദേഹം ഇടപഴകിയിരുന്നത്. ഒരിക്കലും ഒരു പാണ്ഡിത്യ ഗരിമയോ താൻ മറ്റുള്ളവരെക്കാൾ ഉയർന്നു നിൽക്കുന്ന ഒരാളാണ് എന്നുള്ള ഒരു ബോധമോ ഒന്നും അദ്ദേഹം വെച്ച് പുലർത്തിയിരുന്നില്ല. എപ്പോഴും എല്ലാവരോടും ഒരേപോലെ സ്നേഹം പുലർത്തുകയും എല്ലാ മേഖലയിലും സമസ്തയുടെ A to Z എന്തെല്ലാം പ്രവർത്തന മേഖലകൾ അതെല്ലാം ശ്രദ്ധിക്കുകയും അതിലെല്ലാം വേണ്ട ഉപദേശനിർദ്ദേശങ്ങളൊക്കെ ചെയ്യുകയായിരുന്നു. അസാധ്യമെന്ന് നമ്മളൊക്കെ കരുതിയിരുന്ന, എല്ലാവരും കരുതിയിരുന്ന ഒരുപാട് സംഗതികൾ സമസ്തക്ക് വേണ്ടി അദ്ദേഹം പ്രായോഗികരിക്കുകയുണ്ടായി. സമസ്തയെ സംബന്ധിച്ചോളം സമസ്തക്ക് സ്വന്തമായിട്ട് വളരെ നിലവാരമുള്ള ഒരു പത്രം നടത്താൻ കഴിയും എന്നാരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു? അതുപോലെ തന്നെ സമസ്തക്ക് വളരെ നിലവാരമുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജ് നടത്തി വിജയിപ്പിക്കാൻ സാധിക്കും എന്ന് ആർക്കെങ്കിലും ഭാവന ചെയ്യാൻ കഴിയുമായിരുന്നു? സമസ്തയുടെ ഒരു മഹാസമ്മേളനം തെക്കൻ കേരളത്തിൽ ആലപ്പുഴയുടെ കടൽ തീരത്ത് വെച്ച് നടത്തി ഇത്രയും ഉജ്ജ്വലമായ ജനബാഹുല്യം കൊണ്ട് കേരളത്തിലെ തന്നെ ഏറ്റവും കിടയറ്റ ഒരു സമ്മേളനമായ രൂപത്തിൽ സംഘടിപ്പിക്കാൻ സമസ്ത കഴിയും എന്ന് ആരെങ്കിലും കരുതിയിരുന്നു?
ഇങ്ങനെ ഒരുപാട് അസാധ്യമായ കാര്യങ്ങൾ, അസാധ്യമെന്ന് നമുക്കൊക്കെ തോന്നുന്ന കാര്യങ്ങൾ തന്റെ ഇച്ഛാശക്തി കൊണ്ട്, കർമ്മശുദ്ധത കൊണ്ട്, അർപ്പണബോധം കൊണ്ട് സമസ്തയ്ക്ക് വേണ്ടി നേടിക്കൊടുത്തിട്ടുള്ള മഹാനുഭാവനാണ് ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ് അവറുകൾ. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു, കൂടുതൽ നീട്ടിപ്പരത്തി പറയേണ്ട സന്ദർഭമല്ല. അദ്ദേഹം ബഹുമാനപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ടവരുടെ പാരത്രീയ ജീവിതം സൗഭാഗ്യപൂർണ്ണമാക്കി കൊടുക്കട്ടെ. അവരോടൊപ്പം നാം എല്ലാവരെയും സ്വർഗപൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറിയും ഇക്ര പബ്ലിക്കേഷൻസിന്റെ കൺവീനർ കൂടിയായിട്ടുള്ള ബഹുമാന്യനായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. അസ്സലാമു അലൈക്കും. ആദരണീയരായ ഗുരുവരന്മാരെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സ്നേഹസമ്പന്നരായ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മൾ സൂറത്ത് യാസീനിലേക്കും ദുആയിലേക്കും പ്രവേശിക്കുകയാണ്. ഒരു 2-3 പതിറ്റാണ്ട് കാലം ചെറുപ്പം മുതലേ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു എളിയ വിനീതൻ എന്ന നിലയിൽ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഓർമ്മ, അഭിവന്ദരായ ശംസുൽ ഉലമ ഉണ്ടായിരുന്ന കാലഘട്ടം. അള്ളാഹുവിന്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. സംഘടനാ രംഗത്ത് ഏത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും കുരുക്കുകളും വന്നാൽ മഹാനവറുകളെ സമീപിച്ച് ആ കാര്യം ബോധ്യപ്പെടുത്തി കൊടുത്താൽ ഉടനെ ഒരു തീരുമാനം പറയും. അത് ശരിയായ തീരുമാനമായിരിക്കും. അതിന്റെ സൽഫലം പിന്നെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം നമ്മുടെ സംഘടനാ രംഗത്ത് ബാപ്പു മുസ്ലിയാർ ഏത് സ്ഥാനത്താകട്ടെ, സംഘടനാ രംഗത്തെ കുരുക്കുകൾ ഇരിക്കാൻ അദ്ദേഹത്തെ കണ്ട് ബോധ്യപ്പെടുത്തിയാൽ അത് അതത് ബോർഡ് തലത്തിൽ ഉസ്താദുമാരുമായും കൂടിയാലോചിച്ച് ഒരു തീരുമാനം അദ്ദേഹം ഉണ്ടാക്കി തരും. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത തീരുമാനമായിരിക്കും, പക്ഷെ ഒരു ഫൈനൽ തീരുമാനമായിരിക്കും. അങ്ങനെ ഒരു അപാരമായ ശേഷി ഉണ്ടായിരുന്ന സംഘടനാ രംഗത്തെ നേതൃകഴിവ്, അത് കേരളീയ സുന്നത്ത് ജമാഅത്തിന്റെ ജനലക്ഷങ്ങളെ ഈ പാതയിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ ഒരു നിലയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ തുടർന്നും മുന്നോട്ട് നയിക്കാൻ നമ്മുടെ പുതിയ നേതൃത്വത്തിന് ദയാനിധിയായ അള്ളാഹു കരുത്തു നൽകട്ടെ, ആമീൻ പ്രാർത്ഥിക്കുകയും മഹാനവറുകൾക്കും മരണപ്പെട്ടു പോയ നമ്മുടെ സകലമാന നേതാക്കന്മാർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ആമീൻ പ്രാർത്ഥിച്ചുകൊണ്ടും അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അവസാനമായി SKSF ജനറൽ സെക്രട്ടറി സത്താർ പന്തലൂർ 2 വാക്ക് സംസാരിക്കുന്നു. ആദ്യപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി. ആദരണീയരായ ഉസ്താദുമാരെ, സാദാത്തുക്കളെ, ബഹുമാനരായ സമസ്തയെയും പോഷക ഘടകങ്ങളുടെയും നേതാക്കളെ, സഹപ്രവർത്തകരെ, ഇത്ര പെട്ടെന്ന് മഹാനായ കോട്ടുമല ബാപ്പു മുസ്ലിയാരുടെ ഒരനുസ്മരണ സമ്മേളനം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ കേരളീയ സമൂഹത്തിൽ വിജയിപ്പിച്ചെടുത്ത സുപ്രഭാതം ദിനപത്രത്തിൻ്റെ മുറ്റത്ത് നടത്തേണ്ടി വരുമെന്ന് നമ്മൾ ആരും നനച്ചതായിരുന്നില്ല. ഇവിടെ നേരത്തെ ഓരോ ഉസ്താദുമാരും പ്രഭാഷകരും നേതാക്കളൊക്കെ സൂചിപ്പിച്ചതുപോലെ വളരെ കുറഞ്ഞ കാലം കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തന മേഖലയിൽ വലിയൊരു മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിച്ച വലിയൊരു നേതാവായി നമുക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ച മഹാനായിരുന്നു ബഹുമാന്യരായ ബാപ്പു മുസ്ലിയാർ. നമുക്കറിയാം, വിദ്യാഭ്യാസ മേഖലയിൽ ധാരാളം സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമ്മുടെ മദ്രസാ പ്രസ്ഥാനങ്ങളും അറബിക് കോളേജുകളും ശരീഅത്ത് കോളേജുകളും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ തന്നെ അതോടൊപ്പം നമ്മുടേതായ ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം എന്നത് പലപ്പോഴും നമ്മുടെ നേതാക്കൾക്കിടയിലും സംഘടനാ രംഗത്തുമുള്ള ഒരു സ്വപ്ന പദ്ധതിയായിരുന്നെങ്കിൽ
നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെയുള്ള വലിയൊരു മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കാനും അതിനാവശ്യമായ നേതൃപരമായ പങ്കാളിത്തം വഹിക്കാനും സാധിച്ചത് ബഹുമാന്യരായ ബാപ്പു മുസ്ലിയാരുടെ ഒരു സംഭാവനയായിട്ട് തന്നെ പ്രത്യേകം എണ്ണിപ്പറയേണ്ട കാര്യമാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ പലരും സൂചിപ്പിച്ച നമ്മുടെ സുപ്രഭാതം ദിനപത്രം. സുപ്രഭാതം പത്രം പോലെ നമ്മുടെ ഒരു ദിനപത്രം, സമസ്തക്കൊരു ദിനപത്രം എന്ന ഒരു സ്വപ്നം ഒരുപാട് വർഷക്കാലത്തെ നമ്മുടെ സംഘടനാ രംഗത്ത് സ്വപ്നമായിരുന്നു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആ ചർച്ചകൾക്കൊടുവിൽ ഒരു വെല്ലുവിളിയായി അത് ഏറ്റെടുക്കാനും കേരളത്തിലെ പത്രമേഖലയിൽ തന്നെ അതൊരു വലിയ ചരിത്രമാക്കി മാറ്റുവാനും സാധിച്ചത് അദ്ദേഹം വളരെ ഇച്ഛാശക്തിയോടുകൂടി ഈ ദൗത്യത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിച്ചതുകൊണ്ടാണ്. ഇങ്ങനെ എത്രയോ എണ്ണിപ്പറയാൻ സാധിക്കുന്ന ബാപ്പു മുസ്ലിയാർ നേതൃത്വം കൊടുത്തിട്ടുള്ള നമ്മുടെ സംഘടനാ രംഗത്തുള്ള ഒരുപാട് മുന്നേറ്റങ്ങൾ, ഈ രംഗത്തൊക്കെ അദ്ദേഹത്തിന്റെ സംഭാവന ഇന്ന് സംഘടനാ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ വലിയ സംഘടനാ രംഗത്തുള്ള നമ്മളെപ്പോലെയുള്ള ഏത് സാധാരണ പ്രവർത്തകർക്കും വലിയ മാതൃകായോഗ്യമായ ഒരു സംഘടനാ വൈഭവം പ്രകടിപ്പിച്ച ഒരു നേതാവായി കൂടി നമുക്ക് സ്മരിക്കാൻ സാധിക്കും. ദീർഘമായി സംസാരിക്കുന്നില്ല. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി കൊട്ടപ്പുറ അബ്ദുള്ള മാഷ് 2 വാക്ക് സംസാരിക്കണമെന്ന് ഉസ്താദുമാർ പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, ബഹുമാന്യരായ ഉലമാക്കളെ, സഹോദരങ്ങളെ, ഇനി നമുക്ക് യാസീന് ദുആ ചെയ്യണം. അസ്ർ നമസ്കരിക്കാത്തവരാണ് പലരും, അതുകൊണ്ട് ഞാനൊന്നും സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഉസ്താദുമാർക്ക് എല്ലാവർക്കും നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള ബഹുമാനപ്പെട്ട ബാപ്പു മുസ്ലിയാർ, അതിനു മുമ്പ് നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട മഹത്തുക്കൾക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ദറജകൾ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ഇന്ന് ബഹുമാനപ്പെട്ട നമ്മളുടെ കുമരംപുത്തൂർ ഉസ്താദിൻ്റെ വഫാത്ത് കഴിഞ്ഞ് 39ാമത്തെ ദിവസമാണ്. നാളെയാണ് 40 തികഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാപ്പു ഉസ്താദ് 10 ദിവസം കഴിഞ്ഞ് 11ാമത്തെ ദിവസത്തിലാണ്. അവർക്ക് വേണ്ടി പ്രത്യേകം ഫാത്തിഹ ഓതി സാദിഖ് മുസ്ലിയാർ ദുആ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊന്നിച്ച് ജന്നാത്തുൻ നഈമിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൊടുത്തിരുമാറാവട്ടെ. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم صدا ومن خلفهم صدا فأغشيناهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذا أرسلنا إليهم 2 فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين
قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم وإن ذكرتم بل أنتم قوم مسرفون فجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أتخذ من دونه آلهة إن يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخلوا الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها ومنها يأكلون وجعلنا فيها جنات من نخيل وعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالأرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نهلكهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم انفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم ولو يشاء الله وطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مركدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلمون نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا فلم تكونوا تأكلون هذه جهنم التي كنتم توعدون صلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يأكلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب فلا يشكرون فاتخذوا من دون الله آلهة لعلهم ينصرون قولهم إنا نعلم ما يسرون وما يعلنون أولم نرى الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين
وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي ينشاها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون وليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون صدق الله مولانا العظيم بسم الله الرحمن الرحيم الله واحد الله الصمد هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد اللهم أوصل وبلغ الكتب بما قرأناه من القرآن العليم وما صليناه هذه هدية واصلة ورحمة نازلة وبركة شاملة أولا منا إلى حضرة رسولنا وحبيبنا المصطفى محمد صلى الله عليه وسلم اللهم إلى حضرات الله أهل بيته وذريته وعترته وأزواجه الطاهرات أمهات المؤمنين اللهم إلى حضرات الله جميع الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين اللهم إلى حضرات الله صحابه البدريين والهديين وسائر الصحابة والقرابة كلهم أجمعين اللهم إلى حضرات الله سائر أولياء الله تعالى من مشارق الأرض إلى مغاربها اللهم إلى حضرات الله جميع أساتذتنا الكرام اللهم إلى حضرة روح من نبيناه بهذا خاصة اللهم زدهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم أعد علينا في جميع أمورنا من بركاتهم وأفض علينا وعليهم من فيوضاتهم اللهم أمدنا وإياهم بمددهم واحمنا وإياهم بحمايتهم وانصرنا وإياهم بنصرتهم وانفعنا وإياهم بعلومهم وأسرارهم وأنوارهم في الدارين اللهم اغفر لنا وله ولهم يا غافر المذنبين وارحمنا وإياه وإياهم يا راحم المساكين اللهم أدخل وإياهم الجنة مع الأبرار وعنا وإياهم من عذاب القبر وفتنته ومن عذاب النار اللهم اجمع بيننا وبينهم وبين أهله وعياله في دار جنات النعيم اللهم تقبل من جميع دين ربنا تقبل منا إنك أنت السميع العليم وتبنا وفيها ولهم يا غافر المذنبين وارحمنا وإياهم بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ നേതാക്കൾക്കും ഉസ്താദുമാർക്കും ബഹുമാനിയരായിട്ടുള്ള സംഘടനാ നേതാക്കൾ പ്രവർത്തകർ വാപ്പുസ്ലാരെ സ്നേഹിച്ച് ഈ സാസിലെത്തിച്ചേർന്നിട്ടുള്ള ദീനി പ്രവർത്തകർ മുതാലിമീങ്ങൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. 3 സ്വലാത്തോടു കൂടി ഈ പരിപാടി അവസാനിപ്പിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.